സെക്യൂരിറ്റി ക്യാമറ പലതരത്തിലുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഓഫീസിലേക്കോ ബിൽഡിങ്ങിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ ചിലപ്പോൾ നമുക്ക് 4 ക്യാമറ ആയിരിക്കും നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ 1-2 കാര്യങ്ങൾ വരുന്നുണ്ടാവും. ക്യാമറ വരുന്നുണ്ട്, റെക്കോർഡിംഗ് യൂണിറ്റ് വരണമല്ലോ. ഈ റെക്കോർഡിംഗ് യൂണിറ്റ് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുമ്പം 4 ക്യാമറ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 8 ചാനൽ കണക്ട് ചെയ്യാവുന്നതാണ്. അത് 4, 8, 16, 32, 64 ഇങ്ങനെയാണ് അതിൻ്റെ സർക്യൂട്ടിൻ്റെ ലിസ്റ്റ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഇത്ര ചാനൽ കണക്ട് ചെയ്യാമെങ്കിൽ നമുക്ക് 4 ക്യാമറയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾ ഒരു 8 ചാനലിൻ്റെ DVRO അല്ലെങ്കിൽ NVRO സെലക്ട് ചെയ്യുക. കാരണം വേറൊന്നുമല്ല, ഇവിടെ നമുക്ക് 4 ക്യാമറ ഇപ്പോൾ വെച്ചു, ചിലപ്പം 6 മാസം 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്യാമറയും കൂടി അഡീഷണൽ വെക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റെക്കോർഡിംഗ് യൂണിറ്റിൽ നിങ്ങൾക്ക് 5ാമതൊരു ക്യാമറ കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ആ സമയത്ത് നിങ്ങൾ വീണ്ടും ഒരു 8 ചാനൽ DVRO അല്ലെങ്കിൽ NVRO ആക്കി മാറ്റണമെങ്കിൽ ഈ 4 ചാനൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും. പക്ഷേ നിങ്ങൾ ആദ്യം തന്നെ ഒരു ക്യാമറ സെക്യൂരിറ്റി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പം അതിൻ്റെ ബാക്ക് ആയിട്ടുള്ള പുറകിൽ ഉപയോഗിക്കുന്ന സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ്, അതായത് NVR അല്ലെങ്കിൽ DVR, നിങ്ങൾ തീർച്ചയായും 8 ചാനലിൻ്റെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് 4 ക്യാമറ ആവശ്യമുള്ളെങ്കിൽ 8 ക്യാമറയുടെ ഉപയോഗിക്കുക. ഇനി നിങ്ങൾ 8 ക്യാമറയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1-2 സ്ലോട്ടെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് അഡീഷണലായിട്ട് ഒരു ക്യാമറ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു ക്യാമറയും കൂടെ വെക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻസ് പലരും ശ്രദ്ധിക്കാറില്ല. ചിലപ്പം 6 മാസം കഴിയുമ്പം ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്റ്റക്കായി പോകുന്നു. പിന്നെ നമ്മൾ രണ്ടാമത് പുതിയതായിട്ടൊരു DVR മേടിച്ച് വെക്കാൻ പോകുമ്പോൾ വളരെ വലിയൊരു എമൗണ്ട് വീണ്ടും സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ വീഡിയോയിൽ കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഫീസുകളിലോ ബിൽഡിങ്ങുകളിലോ വീടുകളിലോ നിങ്ങൾ ക്യാമറ വെക്കുമ്പം 1-2 ചാനലെങ്കിലും ഫ്രീ സ്പേസ് ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാമറ റെക്കോർഡിംഗ് യൂണിറ്റ് സെലക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള സെക്യൂരിറ്റി ക്യാമറയുടെയോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രോഡക്ട്സുകളുടെയോ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്കൊരു വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.